ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കലാണ്. കാരണം നമ്മളിപ്പോൾ അയണ് ഭയങ്കര ക്ഷാമമാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോൾ പറയുമ്പോൾ ഒരു അയൺ ഫാം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ ഓക്കെ, തുടങ്ങല്ലേ? അപ്പോൾ ഗൈസ്, നമ്മളെ ബ്രീഡർ വർക്കായിട്ടുണ്ട്. ആ ബ്രീഡർ മറ്റേ ഇതിൽ വേറൊരു വില്ലേജർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓനെ മാറ്റിയിട്ട് വേറൊരു വില്ലേജർ ആക്കിയപ്പോൾ ഇപ്പോൾ ബ്രീഡർ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഗൈസ് 3 കുട്ടികൾ അല്ല 3 വില്ലേജേഴ്സ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. കുട്ടികളല്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വാട ഇറങ്ങ മാറി അവിടെ പോയി ഇറങ്ങി. ഓക്കെ, ഇറങ്ങി ഇത്രയുള്ളൂ. അപ്പൊ നമ്മള് അയൺ ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണത് ഓക്കെ പറഞ്ഞാ ഈ ഒരു ഭാഗത്തായിട്ടില്ല. നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ മൈൻ ചെയ്യാൻ ജസ്റ്റ് വന്നാണ് ഇതിന് ഹോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കൊരു സോംബി സ്പോണർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമുക്ക് ഇത് കുറേ കാര്യം XP ഫാം ആക്കി നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഇത് ലൂട്ടിങ് ഉണ്ടോ? ഇതിലേതോ മറ്റേ ഇതുണ്ടല്ലോ, ലൂട്ടിങ് 3 അല്ല 2 ബ്രോ. മ്യൂസിക് ഡിസ്ക് സെറ്റ് എല്ലതും ആയി. അപ്പോൾ നമുക്ക് ഗൈസ് ഇവിടെയാണ് നമ്മളെ XP ഫാം നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഇനി മൈനിങ്ങിന് പോയി വന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു 5 ബ്ലോക്ക് കൊണ്ട് എടുക്കണം. 1 3 4 5, പിന്നെ ഇങ്ങോട്ട് ഒരു 3 ബ്ലോക്ക്. 1 2 3 ഇത് ഇടയ്ക്ക് കൂട്ടിയിട്ട് 3 ബ്ലോക്ക് നമുക്ക് ഇങ്ങനെ ഇതാക്കാം. സെറ്റ്. ഇനി ഇവിടുന്ന് അടിയിലേക്ക് ഒരു 4 ബ്ലോക്ക് ആയത്തിൽ 2 3 4. ഓക്കെ. ഇനി ഇതൊന്ന് നമുക്ക് ഇതാക്കിയിട്ട് സെറ്റാക്കാം. അപ്പോൾ ഓഗിയൊക്കെ മുടിഞ്ഞ ഹെൽപ്പിംഗ് ആണ്. ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തല്ലി കൊല്ലു തന്നെ, അത്രേ ഉള്ളൂ. ഇനി അപ്പൊ ഗൈസ് ഇവിടെ അപ്പൊ ഇനി ഒരു 5 വില്ലേജറെ ഇവിടെ ഇതാക്കണം. അതിന് മുമ്പ് 5 ബെഡ് ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ കേറി മേലെ കേറി. ഓക്കെ, പിന്നെ നമ്മളെ ഒപ്പമുള്ള ഓഗിക്ക് ഭയങ്കര ബുദ്ധിയാണ്. കുറച്ച് ബുദ്ധി കൂടുതലാണ്. എനിക്ക് അതായത് ഒന്ന് സപ്പോർട്ട് ചെയ്യണവനെ. അപ്പൊ നമുക്ക് ഇതുണ്ടാക്കെ എന്താണ്, അവിടെ നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഷീപ്പിനെ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ല. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പോയിന്ന്, മൈനിങ്ങിന് പോയിന്ന്. അപ്പോൾ അവിടുന്ന് കുറച്ച് അയണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി നേരത്തെ മൈനിങ്ങിന് പോയവിടുന്ന്. പിന്നെ അതിന് മുമ്പ് ഞാൻ അത് സെറ്റാക്കി. അവിടെ നമുക്കൊരു പുതിയൊരു XP ഫാം തുടങ്ങണം. ഇനി ഒരു XP ഫാം തുടങ്ങണം. യെസ് ദാറ്റ്സ് ഇന്റലിജന്റ് ഓഫ് ഓഗി. ഓക്കെ, ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അത് ജസ്റ്റ് പറയാം. പറയണ്ടേ. ഒരു 12 ഉണ്ട്. എത്ര ബെഡ് ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. നമുക്ക് 4 ബെഡ് ഇപ്പം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അവിടെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ ഈ ബെഡുകളൊക്കെ. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു 5 സ്ലാബ് ഉണ്ടാക്കിക്കോട്ടെ. സ്ലാബ് ഗൈസ്. അപ്പോൾ നമ്മൾ 4 ബെഡ് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഓക്കെ. അപ്പോൾ അടിയത്തെ പരിപാടി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക്
വില്ലേജറെ ഇതിലേക്ക് കൊടുത്തിടണം. അതാണ് അടുത്ത പണി. വലിയൊരു മെഗാ ഒരു പണിയാണത്. കാരണം വില്ലേജർ പറഞ്ഞാൽ നമ്മളെ കൈക്കാൻ കാത്തൊരു സാധനമാണ്. എപ്പോഴും ഒരു ഇതാണ്. ഗൈസ് ഇപ്പൊ തന്നെ അവിടെ ഒരു 4 വില്ലേജർ ഉണ്ട്. നിങ്ങളാണ് കൊണ്ടുപോയി നമുക്കൊരു ഗൈസ് അതാണ് ഒരു ചടപ്പ്. നമുക്ക് പിന്നെ എനിക്ക് ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ, അതാണ് വീഡിയോ വരാത്തതും. എൻ്റെ സൗണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്ന് ബോട്ടുകൾ എടുക്കാം. ഇന്ത്യക്ക് 2 ബോട്ടുണ്ട്. 3 4 എത്ര ബോട്ടാണോ? ഒന്ന് ഉറങ്ങിയിട്ട് നീക്കല എടാ. ശരി എന്നാ. ഓക്കെ 1 ഇനി അജ്ജു വന്നാ നമുക്കൊന്ന് ഉറങ്ങാം. ഉറങ്ങ അല്ലെങ്കിൽ സോംബീസ് വന്ന് പിടിച്ചോണ്ടേ പിന്നെയും വെയിറ്റ് ചെയ്യുന്ന കൊണ്ട് വെച്ചാ നമുക്ക് ഉറങ്ങാൻ കഴിയും. ശരിയല്ല, കുറച്ച് അധികം കഷ്ടപ്പാടാണ്. അല്ല പറഞ്ഞ മാതിരി നമ്മൾ ഇതിനെ എങ്ങനെ കൊണ്ടുപോവാ? മൈൻഡ് കാർഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഗൈസ് അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി മൂഞ്ചാൻ പോവാണ് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ലീഷ് പറഞ്ഞ സാധനം നമ്മളെ അടുത്തില്ല. എന്ത് ചെയ്യും അല്ലയാ ഗൈസ്, നമ്മളെന്ത് ചെയ്യും? പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം ഗൈസ്, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഒരു കൊള്ളി മീൻസ് സ്റ്റിക്ക്. ഓക്കെ, കുറച്ച് സ്റ്റാൻഡേർഡ് ആണ്. കൊള്ളിയൊക്കെ അതാ സ്റ്റിക്ക് ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി ചെക്ക് ആണ്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒന്ന് റൊമാൻസ് എടുക്കാനല്ല പറഞ്ഞത്. അപ്പുറം അവിടെ കുണ്ടുണ്ട്, അവിടെ പോയി ചാട്. ഒരാൾ ഇങ്ങോട്ട് വരുന്ന അങ്ങനല്ല, ഒരാൾ ഇങ്ങോട്ട് വരിക. ഇവിടെ എടാ ഒന്ന് വാടാ. എടാ ഇവൻ എന്തിന് ലിങ്ക് ആവണീടാ? ഇതെന്ത് സംഭവം? ഇത് നല്ലൊരു സെറ്റാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ നമ്മളെ ഓക്കിന്ന് പറഞ്ഞാല് കുറച്ച് ഇന്റലിജന്റ് ആണ്, കുറച്ച് വിഷയം ചെക്കനാണ്. അപ്പൊ ഇനി നിങ്ങളെ ഈ വില്ലേജേഴ്സിനൊക്കെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കാരണം കുറച്ച് മെനക്കേട് പിടിച്ച പഴയാണ് നിങ്ങളെ അവിടെ എത്തിക്കാന്നുള്ളത്. പക്ഷെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ 4 ആൾക്കാരെ കണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്തൊരു ചെറിയ ചിള്ളു പയ്യനും കൂടി ഉണ്ട് അവിടെ. ഓക്കെ ഗൈസ്, ഏതാ ഓഗി കുറച്ച് സ്മാർട്ടാണ്. ഓക്കെ അതാ എടാ എന്നെ ഒന്നുകൂടി രക്ഷിക്ക്. നമ്മള് സംഭവം ഇങ്ങോട്ട് എടുക്കാതാണ് പുറത്തേക്ക്. കാരണം എടുത്താൽ അന്നൊക്കെ വരാറില്ല, എടുക്കാതാണ്. അപ്പൊ ഈ കുട്ടീനും കൂടി കൊണ്ടുവരണം ഗൈസ്. കുട്ടീനെ കൊണ്ടുവരാന് ഒരു പ്രശ്നമുണ്ട്. കുട്ടീനെ അതാണ്ട് വിടുക. അപ്പൊ കുട്ടിയാണ് മണ്ടു. ഇനി അവനെ നോക്കിക്കോ. അങ്ങനെ ലാസ്റ്റ് വില്ലേജറിനെ കൂടി നമ്മൾ കൊണ്ടുപോവാണ്. 4 വില്ലേജർ ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങള് കഷ്ടപ്പെട്ടാക്കി. ഒരു അരമണിക്കൂറിന്റെ പരിപാടി. സിമ്പിൾ നമ്മള് തീർത്ത്. ആർക്കാ ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ല? അത്രേ ഉള്ളു. അപ്പൊ ഗൈസ് 5 വില്ലേജർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടാം ഗൈസ്, കാരണം ഇതിന്റെ ആവശ്യമില്ല. ഗ്ലാസ് ഇട്ട് മൂട്ടണ ഭംഗിക്ക്. എന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മള് ഗ്ലാസ് ഇട്ടിട്ടാണ് മൂടണത്. കാരണം
ഓഗിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പൊ നമ്മളെ ചെക്കൻ്റെ ഇഷ്ടം നമ്മള് നടത്തി കൊടുക്കും. ഗ്ലാസ് ഇട് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇനി നമുക്കൊന്ന് പോയി ഇറങ്ങിയിട്ട് കാണാം. നിങ്ങൾ ഉറങ്ങി വില്ലേജസ് അല്ല ഓരോ ഇറങ്ങിയാല് ചിലപ്പം സ്റ്റാർട്ടാവും. എന്ത് ഒരു ഇറങ്ങി നീക്കുമ്പോഴാണ് അയങ്കോളം ചിലപ്പോൾ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. അതിന് മുമ്പേ ആടാ ഇവിടെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ 2 ബ്ലോക്ക്. ഓക്കെ. ഗൈസ് നമുക്ക് ഇനി ഉറങ്ങിയിട്ട് വരാം. ബാ ഉറങ്ങ ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി അയങ്കോളം അങ്ങനെ സ്പോൺ ആയിട്ടുണ്ട്. ഇത് അത് നടക്കട്ടെ. പെട്ടിച്ചാ ചെസ്റ്റ് ബോക്സ് ചെറുത്തിക്കണോ? ഉച്ചക്ക് എന്ത് പണിക്കാരനാ? വേഗം നോക്ക് ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മള് ഒന്ന് ചത്തിട്ടുണ്ട്. നമ്മളൊപ്പമുള്ള എൻഡർമാൻ കൊന്നാണ് പറയണത്. ഇല്ലടാ അങ്ങനെയൊക്കെ തോന്നുവോ? ചാവണോ? ചാവ്. ചെക്കനെ തൊടാനായ എവിടെ ആളോടെ? ഈ സൈഡിൽ കൂടി വല്ലാണ്ട് പോരാ. റിസോഴ്സും കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഓഗിക്കുട്ടൻ ഇവിടെ കണ്ട ഒരു അയങ്കോളൊക്കെ സ്പോൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങള് ഇന്ത്യയൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് സെറ്റാക്കാം. ആദ്യം നമ്മള് 2 ചെസ്റ്റും കാര്യങ്ങളും ഇവിടെ വെക്കണം. ഇവിടെ ഒന്ന് നമുക്ക് ചെസ്റ്റ് വെക്കാം. ഇവിടെ ഒരു ചെസ്റ്റ്. ഇനി അതിന് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഹോപ്പർ വെക്കണം. ഒരു ഹോപ്പറോടെ ഇവിടെ ഒരു ഹോപ്പർ. ഇനി ഇവിടെ അടുത്ത ഹോപ്പർ. നമുക്കൊരു വാട്ടർ നമ്മൾ ഇവിടെ വയ്ക്കും. ഇനി ഇറങ്ങി മാറ്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇത് ഇതാക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്. എടാ സൈൻ ബോർഡ് ആണോ കേട്ടോ? എന്താ പ്രശ്നം? എന്താ ലാവ? ഗൈസ് നമ്മളിപ്പോ നമ്മളെ ഓഗിക്കുട്ടന്റെ ബുദ്ധികൾ ഇങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കണൊക്കെ ലാവ എടുത്തുകൊണ്ട് ഒബ്സിഡിയൻ ആക്കുക. അങ്ങനത്തെ കുറെ പരിപാടികളാണ് ചെക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബീസ്. അന്നൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണ്. ഓക്കെ. ഞാൻ എന്നാ ലാവ എടുത്തേണ്ടരാ. ഗൈസ് അപ്പൊ ഞാൻ ലാവ എടുത്തേണ്ടരാ. നമ്മള് ലാവ പൂള് ഇവിടെ ഒരു സ്ഥലത്ത് നമ്മളെ വില്ലേജിന്റെ അടുത്ത് കണ്ടെത്തിന്ന് അയാൾ കണ്ടുപിടിച്ചിന്ന്. അത് ഓക്കെ. ഗൈസ് അത് ഓക്കെയാണ് കണ്ടെത്തിയത്. ഓഗി കുറച്ച് വിഷയമാണ്. അപ്പൊ ചെക്കൻ കണ്ടെത്തിയാണ്. അപ്പൊ ഇനി എടുക്കുമ്പോ ഗൈസ് അപ്പൊ ഇനി അടുത്തിന്റെ ശേഷം കാണാം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെയാണ് കണ്ടെത്തിയത് ലാവാപ്പുള്. നമ്മളെ ഓഗിയാണ് കണ്ടെത്തിയത്. അപ്പൊ ഇവിടുന്ന് ഒന്നെടുക്കുക. അടുത്ത് ഓക്കെ. രണ്ട് ഓഗിയത്തില്ല. അത് കയപ്പാണ് ഗൈസ്. അങ്ങനെ ഓഗി ചത്തിട്ടുണ്ട്. നമുക്ക് നേരെ ടെക്നിക് ആവൂല. ടെക്നിക്ക്. യെസ്. ഓക്കെ. ആണ്. ചെക്കൻ കുറച്ച് വിഷയാണെന്ന് പറയാൻ പറഞ്ഞേ. ഓക്കെ വിഷയാണ്. കണ്ണിന് കേസ് ഇതൊക്കെയാണ് ഇവന്റെ വിഷയം. സോംബിന്റെ കയ്യിൽ നിന്ന് ചാവുക, അതേമാതിരി ലാവെടുത്ത് ഒബ്സിഡിയൻ ആക്കുക. ഇതൊക്കെ കഴിവാണ്. എന്റെ കഴിവാണ്. സമ്മതിച്ച് എന്റെ ചെക്കനെ തൊടാനായ ആരാണ്? ചത്ത് ഇങ്ങോട്ട് വരാ.
ഇവിടെ ചെക്കനെ തൊടാനായടാ കള്ള. അപ്പൊ അങ്ങനെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതോ വന്നാ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. എടാ സോംബി സോംബി. ആ ഓക്കെ ഓക്കെ. പണ്ടേ പേടി നമ്മളെ ഇതിലില്ലാത്തോണ്ട്. ആ ഓക്കെ ശരി ശരി ശരി. ഈ സൈൻ ബോർഡ് ഉണ്ടാക്കി. ആ സൈൻ ബോർഡ് നമുക്ക് ഇപ്പൊ സൈൻ ബോർഡും കൂടി ഉണ്ടാക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഫാമിന്റെ പണി ഏകദേശം കഴിയും ഗൈസ്. അങ്ങനെ നമ്മള് സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല 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 അത് പ്രത്യേകം പറയാൻ പറഞ്ഞേ. ഓക്കെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലോ അടിച്ചത്തി പൊട്ടി. അങ്ങനെ ഒരു എന്താണ് പൊട്ടിയത് ഇപ്പോ? ഇല്ല ഇല്ല വലിയ സീനൊന്നുമില്ല. ഇല്ല ഇല്ല ആരും ചത്തിരി ആരും ചത്തിരി ആരും ചത്തിരി. അവിടെ ഇവിടെ ഒന്ന് റെഡിയാക്കേ ഇവിടെ ഒന്ന് റെഡിയാക്കേ. അവിടെ ഇറങ്ങിപ്പോയാ? ഓക്കെ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. പ്രശ്നമൊന്നുമില്ല. അവിടെ ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ നാലാളായി. ഒരുത്തനും കൂടി ഉണ്ട്. ഒരുത്തനോടെ ക്രീപ്പർ പൊട്ടിപ്പോ നമ്മളെ ഇത് ജസ്റ്റ് ഇതായി ഗൈസ്. അങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇനി നെയിം ബോർഡും കൂടി വെക്കട്ടെ. നെയിം ബോർഡും കൂടി വെച്ചാ സെറ്റ് ആവും. അവിടെ ഒരു ബക്കറ്റ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇവിടെ നമ്മള് വെള്ളം വാട്ടർ ബക്കറ്റ്, ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. എടുക്ക്. ആ ഗൈസ് ഇപ്പൊ റെഡി ആയി. ഇല്ല ആ ഗൈസ് ഇപ്പൊ റെഡി ആയി. ഗൈസ് ഇപ്പൊ റെഡി ഇപ്പൊ റെഡി. ആ ഇപ്പൊ റെഡി 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 ആയിക്കണേ. ഇല്ല 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 അവിടെ നോട്ടെ അവിടെ നോട്ടെ മാറി. അല്ല ഗൈസ് മാറി നിക്ക്. ഇപ്പൊ റെഡി ആയി ഗൈസ്. നമ്മള് പിന്നെ ചെറിയ ഓർമ്മ വെച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യണേ. അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അത് അവിടെ തന്നെ ആവൂലേ വെക്കല്? ആ അവിടെ തന്നെയാണ് ബ്രോ. ആ ഗൈസ് അങ്ങനെ കണ്ടോ ഓക്കിന്ന് വെച്ചാര ചെക്കൻ ഇത് ഇവിടെ സ്പോൺ പ്രൂഫ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനി കുറച്ചും കൂടി സ്ഥലം ആക്കണം കേട്ടോ. അതേമാതിരി ഒരു 7 ബ്ലോക്ക് ചുറ്റോടിട്ട് വെക്കണം ഗൈസ്. അങ്ങനെ നമ്മള് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി എഫിഷ്യന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സോംബിനെ കൊടുത്താണ്ട് നിർത്തി കൊടുത്താൽ മതി. ഒന്നും കൂടി എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യും. കണ്ടോ ഗൈസ് വർക്കായി. ഗൈസ് അങ്ങനെ ഇത് പുറത്ത് വർക്കായിട്ടുണ്ട്. കുറച്ച് ഇതാണ് ഇവിടെ സാൻഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മളൊന്ന് ചെയ്യാൻ ഒന്ന് ഉണ്ട്. ആ പിന്നെന്താ ചെയ്യാ. 3 4 5 6 7 എന്താ കേട്ടില്ല അല്ല 2 3 4 5 6 7 നമുക്ക് ഇവിടെ വരെ ഈ ഡേർട്ട് ഇട്ടിട്ട് സ്പോൺ പ്രൂഫ് ചെയ്യണം. എന്നാലേ സംഭവം എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുള്ളൂ ഗൈസ്. അങ്ങനെ ഇവിടെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവിടെയൊക്കെ സ്പോൺ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്കാവുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ ഉണ്ടാക്കി അങ്ങനെ ഒന്നും വർക്കാവാതിരുന്നിട്ടില്ല. ഒരു 2 റൈഡ് ഫാം വർക്കായിട്ട് ചെയ്യാ, ഒരു 2 അയൺ ഫാം വർക്കായിട്ട് ചെയ്യാ. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും വർക്കാവുള്ളൂ. വലുതൊന്നും വർക്കായിട്ട് ചെയ്യാ. പിന്നല്ല ഓഗി ഉണ്ടാക്കിയ കാര്യങ്ങൾ അങ്ങനെ ഒന്നും വർക്കായിട്ടില്ല എന്നാണ് ഓഗി പറയണത്. അപ്പൊ നമ്മളുണ്ടാക്കിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഉണ്ടാക്കി വർക്ക് ആയിക്കുന്ന ഒരു നിഗമനം ഇതാണ് മുപ്പര് പറയണേ. ഉറങ്ങ ഉറങ്ങ ഉറങ്ങ. ഇത് വർക്ക് ആയില്ലെങ്കിൽ നമ്മളെ കത്തിക്കിടരുത്, ഓഗിനെ കത്തിക്കിടരുത്, ഇത് മൊത്തം ടോമിനെ കത്തിക്കാം. ടോമിന്റെ ഡിസൈന് ടോം ഉണ്ടാക്കിയതാണ്. ഇത് വർക്കായിരിക്കും, കാരണം ഇത് സ്റ്റാർട്ടർ ബേസ് ആണ്. നമ്മളങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ. പിന്നെ നമ്മള് ഭാവിയില് അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഭാവിയിൽ നമുക്ക് ഇതിനെക്കാട്ടി വലിയൊരു ഹാൻഡ് ഫാം ഉണ്ടാക്കണം. അതുവരെ പിടിച്ചിക്കാന് ഇതുണ്ടാക്കാം. സമാധാനത്തോടാണ് പോകുക. അത് സ്പോണാവോ സ്പോണോ. നമ്മള് ടൈം കൊടുക്കണോ? ഒക്കത്തിനിങ്ങനെ ധൃതി കാണിക്കരുത്, ടൈം കൊടുക്കണം. ഗ്ലാസിന്റെ മുകളിൽ വർക്കാവില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. അതേ രക്ഷയുള്ളൂ. ഈ ഗ്ലാസ് വെക്കാന്നുള്ള ഐഡിയ നമ്മളെ ഓഗിന്റെ ഐഡിയ ആണ്. അപ്പോ അതുകൊണ്ടാണ് ഇത്ര നേരം ഇത് വർക്കാവാത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല സോറി, വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് വർക്കാവും ഗൈസ്, ഇത് വർക്കാവും ഗൈസ്. അങ്ങനെ നമ്മളെ സാധനം വർക്കായിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് അവിടെ ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ഈ ഓഗിന്റെ ഒരു കിടിലം ബുദ്ധിയായിരുന്നു. പക്ഷെ നമ്മളത് മാറ്റി ഇത് വെച്ചപ്പോ ഗൈസ് വർക്കായി. പക്ഷെ അത്ര എഫിഷ്യന്റ് അല്ല. എഫിഷ്യന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോംബിനും കൂടി കൊടുത്തിട്ടാ ഒന്നും കൂടി എഫിഷ്യന്റ് ആയി കിട്ടും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരു കിടിലൻ അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനും ഓഗിയും കൂടി. കുറച്ച് എഫിഷ്യന്റ് ആണ്, കുറച്ച് എഫിഷ്യന്റ് ഉള്ള കൂടി സാധനമാണ്. അപ്പോ സംഭവമാണിത്. അതാണ് കുറച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഗൈസ്. നിങ്ങള് അയൺ ആർമറായി ഒക്കെ ഇപ്പൊ തന്നെ സെറ്റായി, എല്ലാ ടൂൾസും ടൂൾസ് ഒക്കെ ആയി. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ, ലവ് യു, ടേക്ക് കെയർ, ബൈ.